കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിലെ യുവതിയുടെ മരണം കൊലപാതകമാണ് എന്ന് തെളിഞ്ഞു. മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയായ ഫസീലെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. തിരുവില്ലാമല സ്വദേശി അബ്ദുൾ സനൂഫിനായി വാണ്ടഡ് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ്. ദുരൂഹതകളേറെയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയുടേത് കൊലപാതകം തന്നെ. ശ്വാസം മുട്ടിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. ഫസീലക്കൊപ്പം ഒരുമിച്ച് മുറിയെടുത്ത അബ്ദുൾ സനൂഫിനു വേണ്ടി പോലീസ് വാണ്ടഡ് നോട്ടീസ് പുറത്തിറക്കി. ഞായറാഴ്ച രാത്രിയാണ് ഇരുവരും ലോഡ്ജിൽ മുറിയെടുത്തത്. തിങ്കളാഴ്ച രാത്രിയിൽ സനൂഫ് പുറത്തേക്ക് പോയി. പണമെടുത്തു തിരികെ എത്താമെന്നാണ് ലോഡ്ജ് ജീവനക്കാരോട് പറഞ്ഞിരുന്നത്. തിരികെ വന്നില്ല. ഇന്നലെ രാവിലെ 11 മണിയോടെ ജീവനക്കാർ മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഫസീലയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത്. നിലവിൽ നമുക്ക് ഒന്നും പറയാനുള്ളൊരു സാധ്യത ആയിട്ടില്ല. 24-ാം തീയതി അബ്ദുൾ സനൂഫ് ഉപയോഗിച്ചിരുന്ന കാർ പാലക്കാട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കാറിന്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ മറ്റൊരാളുടെ പേരിലാണ് രജിസ്ട്രേഷനെന്നും തിരിച്ചറിഞ്ഞു. ഭർത്താവുമായി അകന്ന ശേഷമാണ് ഫസീല സനൂഫുമായി പരിചയത്തിലാകുന്നത്. സനൂഫിനെതിരെ നേരത്തെ ഫസീല ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ പീഡന പരാതി നൽകിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.